എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡ് മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഫോണായിരുന്നു ഇത്, റിയൽമി 9 Pro Plus. എന്റെ യൂട്യൂബ് ചാനൽ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് ഈ ഒരു റിംഗ് ലൈറ്റ്. ഇത് സത്യം പറഞ്ഞാൽ അടിപൊളി ഒരു ഐറ്റം ആണ്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലും വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് വൺ ഓഫ് ദ റീസൺ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. കീപ് സപ്പോർട്ടിങ്. അപ്പൊ ഞാൻ വന്ന കാര്യത്തിലോട്ട് ഇറക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ എന്റെ വീഡിയോസ് ഇടുമ്പോൾ കൂടുതൽ പേര് ചോദിക്കുന്നൊരു കമന്റ് ആണ്, ചേച്ചി വീഡിയോസ് എങ്ങനെ എടുക്കുന്നത്, എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്താണ് വീഡിയോസ് എടുക്കുന്നത്, ഏത് ഫോണാണ് വീഡിയോ എടുക്കാൻ ചൂസ് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്, മൈക്ക് യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കുറെ കമന്റ്. ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. സോ നിങ്ങളിപ്പോ ഒരു വീട്ടമ്മമാരാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീട്ടമ്മമാര് തന്നെ വേണോന്നില്ല, ഒരു കണ്ടന്റ് ക്രിയേഷൻ തന്നെ നിങ്ങളുടെ കരിയർ ആക്കണം, യൂട്യൂബ് ഒരു കരിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസ് ആക്കി എടുക്കാൻ പറ്റും. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും പറ്റും. ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ദാണ്ടെ ഈ ഒരു ഫോണായിരുന്നു. ഇത് റിയൽമി 9 Pro Plus. അപ്പം ഈ ഫോണിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അന്ന് ഞാൻ ഈ ഒരു ഫോണും ഈ ഒരു സ്റ്റാൻഡും മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ഞാൻ അങ്ങാണ്ട് 200 റുപ്പീസിനങ്ങാണ്ട് മേടിച്ചതാ. ഇത്രയും ഒരു ലെങ്തേ ഉള്ളു. ഇതൊരു സെൽഫി സ്റ്റിക്ക് പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അന്ന് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഇതായിരുന്നു. അതിന് നല്ല ഒരു സ്റ്റാൻഡാണ്, പക്ഷെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് ലെങ്ത് ഇല്ല. അപ്പം നമുക്ക് ഈ ഒരു ലെങ്ത് കണ്ട, ഞാനിത് ഫുൾ സ്റ്റാൻഡ് ചെയ്താൽ പോലും ഈ ഒരു ലെങ്തേ വരുന്നുള്ളു. അപ്പം ഇത് വെച്ചിട്ടായിരുന്നു ഞാൻ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഒരു ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു ബ്ലൂടൂത്ത് സ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് ഇത് തന്നെ വലിയൊരു സംഭവമായിരുന്നു. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ടായിരുന്നു ഞാൻ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ഓൾമോസ്റ്റ് വീഡിയോസ് ഒക്കെ ഞാനകത്തായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തു. അതിനുശേഷം ഞാൻ മേടിച്ചൊരു ഐറ്റമാണ് ഈ ഒരു റിംഗ് ലൈറ്റ്. ഈ ഒരു റിംഗ് ലൈറ്റ് ആക്ച്വലി ഈ ഒരു റിംഗ് ലൈറ്റ് ഇപ്പൊ ഇത് വർക്കിംഗ് അല്ല, എങ്കിലും ഞാൻ ഇപ്പോഴും ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ജോബൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് പൈസ മുടക്കി മേടിച്ച ഒരു സാധനം ഇതുമായിരുന്നു. അപ്പൊ ഇതിന്റെ പ്രൈസ് ഏതാണ്ട് 1000 സംതിങ് ആയിരുന്നു കേട്ടോ വരുന്നത്. 1500ന്റെ അകത്തായിരുന്നു. ഇതിനൊരു സ്റ്റാൻഡും ഒക്കെ ഉണ്ട് കേട്ടോ, വലിയ സ്റ്റാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരുന്നത് ഈ റിംഗ് ലൈറ്റ് വെച്ചിട്ട്. കാരണം നമ്മുടെ ഫോണിന് അത്ര വലിയ ക്ലാരിറ്റി കാണില്ലെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ വെച്ചിട്ടൊക്കെ ആയിരുന്നു ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ എടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞാനത് ഡിജിമോറിന്റെ റിംഗ് ലൈറ്റ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്നത്. 2-3 വർഷത്തോളം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തിരിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യും. പിന്നെ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ കയ്യിൽ നിന്ന് ഇതിലോട്ട് താഴെ വീണിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വയറിന് എന്തോ ഒരു ഷോർട്ട് കണക്ഷൻ വന്നതുകൊണ്ടാണ്, ലൂസ് കണക്ഷൻ വന്നതുകൊണ്ടാണ് ഇത് വർക്കിംഗ് ആവാത്ത. അല്ലാതെ ഒരു കുഴപ്പവും ഇല്ല. സൂക്ഷിച്ച് നല്ല രീതിയിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ അതിനുശേഷം എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ്ഡ് ആയ ടൈമില് ജിത്തു എനിക്ക് മേടിച്ച് തന്നതാണ് ഈ ഒരു ഡിജി ടെക്കിന്റെ മൈക്കും. അതുപോലെ തന്നെ ഞാനിപ്പോ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സ്റ്റാൻഡ്, ആ സ്റ്റാൻഡ് വെച്ചിട്ടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡും അതുപോലെ തന്നെ മൈക്കുമാണ്. അപ്പൊ ഇത് രണ്ടിലും ആണ് ഞാൻ അതിനുശേഷം വീഡിയോസ് എല്ലാം എടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇത് നമുക്ക് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് വീഡിയോസ് എടുക്കാനായിട്ട് ഇത് നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാനായിട്ട് ഇത് നമ്മുടെ മൈക്കാണ്. അപ്പം ഇത് ഒട്ടുമിക്ക വീഡിയോസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ മൈക്ക് വെച്ചിട്ടല്ല വീഡിയോ എടുക്കുന്നത്. കാരണം ഞാനിപ്പം
പഴയ ഫോണൊക്കെ മാറി ഐഫോണിലോട്ട് അപ്ഗ്രേഡ് ചെയ്തപ്പോഴത്തേക്ക് ഓൾറെഡി ഐഫോണിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയിസ് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ വോയിസ് എൻഹാൻസ് ചെയ്യുന്ന ടൈപ്പ് സെറ്റിങ്സ് ഇതിനകത്തുണ്ട്. സോ ഞാൻ അത് ഓണാക്കി വെച്ചേക്കുന്നുണ്ട്. തൽക്കാലം ഞാനിപ്പം മൈക്ക് ഇല്ലാതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡും ഉണ്ട്. 2000 സംതിങ് റേഞ്ച് ആണ്. ഞാൻ ആ സ്റ്റാൻഡിന്റെ വീഡിയോ സെപ്പറേറ്റ് ഇതിനകത്ത് ആഡ് ചെയ്ത് കാണിച്ചേക്കാം. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ട്രൈപോഡ് തന്നെയാണ് ഇത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ മേടിച്ച സ്റ്റാൻഡ്, കാരണം ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു ലോങ് ട്രാവലൊക്കെ പോകുമ്പോഴത്തേക്ക് മടക്കി ഒതുക്കി കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഇപ്പൊ ലോങ് ട്രാവലൊക്കെ പോകുമ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ട്രൈപോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്നെക്കാട്ടിലും നീളമുണ്ട് ഗൈസ്. താണ്ടി ഒന്നും കാണിക്കാൻ പറ്റില്ല വീഡിയോയില്, ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പൊ ഇതിന്റെ സ്റ്റാൻഡ് വന്നിട്ട് താണ്ടെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ഇതിപ്പോ കണ്ടോ, നമുക്കിത് 360 ഡിഗ്രിയിലും നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് വെർട്ടിക്കൽ ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റും. 360 ഡിഗ്രിയിൽ നമുക്കിത് തിരിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ട്രൈപോഡാണ്. ഞാൻ കുറെ റിവ്യൂസ് ഒക്കെ നോക്കി എടുത്തതാണ്. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ഒരു ബ്ലൂടൂത്ത് സ്വിച്ചും കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് ഇതിനകത്ത് ചെറുതായിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് അത് യൂസ് ചെയ്യാം. വാം ലൈറ്റും വൈറ്റ് ലൈറ്റും ആണ് ഇതിന് വരുന്നത്. ഇത് സത്യം പറഞ്ഞാല് അടിപൊളി ഒരു ഐറ്റം ആണ്. ഞാൻ ഇതിന്റെ ഷോർട്സിലൊക്കെ ഇതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും കളർ, ഈ സ്വിച്ചിന് കണക്ക് ഇത്രയും കളേഴ്സ്, നമുക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് നമുക്ക് ഇതിനകത്ത് ലൈറ്റിൽ വരും. നല്ല ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് ആണ്. കണ്ടോ, ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. ഇത് തന്നെ ഇതിന്റെ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കളറിൽ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്ത് നിർത്താം. അണ്ടേ ഇതിപ്പോ ഞാൻ ഈ ഒരു വാം കളറിൽ ഞാൻ യൂസ് ചെയ്ത് ദാണ്ടേ ഇതാണ് നമ്മുടെ വാം കളർ. സോ ഇതൊക്കെ ഇട്ട് റീൽസ് ഒക്കെ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആക്കി വെക്കാനൊക്കെ സൂപ്പറാണ്. അപ്പൊ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് റെഡ് ഇട്ടൊന്ന് കാണിച്ചു തരാം. ദാണ്ടേ കണ്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു, ആക്ച്വലി നമുക്ക് ആ ഒരു റിംഗ് ലൈറ്റിന്റെ ആവശ്യമില്ല, നമുക്ക് ഇത് തന്നെ മതി. അടിപൊളി, നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 16 കളേഴ്സ് നമുക്ക് ലൈറ്റ്സുകൾ ഓപ്പറേറ്റ് ചെയ്യാം. 14 കളറിലുള്ള ലൈറ്റുകളാണ് ഇതിനകത്ത് വർക്കിംഗ് ആവുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു 300 or 400 റേഞ്ച് ആണ്. വീഡിയോസ് എടുക്കാൻ മാത്രമല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചൊരു ഐറ്റം ആണ്. പക്ഷെ അത് ഇതുവരെ ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല, മേടിച്ച് വെച്ചതേ ഉള്ളു. മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1 month ആവാൻ പോകുന്നു. പക്ഷെ ഇതുവരെ ഞാനത് ഫിറ്റ് ചെയ്തില്ല. തന്റെ ഈ ഒരു വാം ലൈറ്റ് ആണ് ഞാനിത് മേടിച്ചിരിക്കുന്നത്. ഇതിന്റെ നിയോൺ ഫ്ലെക്സിബിൾ സ്ട്രിപ്പ് ലൈറ്റ്, ഇത് ഓൾമോസ്റ്റ് ഒരു 600 സംതിങ് റേഞ്ച് ആണ്. പക്ഷെ ഭയങ്കര വർത്ത് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഞാൻ ഈ ലൈറ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കാം. ഇതിന്റെ കൂടെ കണക്റ്റിങ്ങിനായിട്ട് ഇതുപോലൊരു കേബിളും കൂടെ വരുന്നുണ്ട്. അപ്പം ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളതാണ്. ഇതിപ്പോ റൗണ്ട് ചെയ്ത് വെച്ച് ഞാൻ മൊത്തത്തിൽ അഴിച്ച് കാണിക്കുന്നില്ല. ഇതിന്റെ എൻഡ് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു നോസ് ആണ്. അതും നമ്മുടെ ആ ഒരു കേബിളിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിപ്പം ഞാനിപ്പോ ഇരിക്കുന്നത് ഒരു ഉച്ച സമയമാണ്. അപ്പൊ നല്ല വെട്ടം ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു ഇരുട്ട് റൂമാണ് ഒന്നുണ്ടെങ്കിൽ നല്ല വെട്ടമായിരിക്കും കേട്ടോ. നമുക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നൈറ്റ് ഒക്കെ സെറ്റ് ആയിരിക്കും. എന്റെ യൂട്യൂബ് ചാനൽ വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പല സ്റ്റേജിലായിട്ടാണ് ഞാൻ മേടിച്ചത്. ഈ ഒരു ഫീൽഡിലോട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നല്ല ഇതിലും കുറച്ചും കൂടെ ഒരു ക്വാളിറ്റി ഉള്ള ഫോൺ വേണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഐഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എൻ്റെ അടുത്ത് കുറെ പേര് വെച്ചിട്ടുണ്ട് ഐഫോൺ ഏതാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന iPhone 17 ആണ്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിൽ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.